നമസ്കാരം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഹാർഡ്വെയറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഹാർഡ്വെയറിനെ കുറിച്ച് പറയുന്നുണ്ട്, സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നുണ്ടെന്നൊക്കെ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ഇടയിൽ ഒരു ടോപ്പിക് ഉണ്ട്. അത് വേസ്റ്റുകളെ കുറിച്ചാണ്, ഇലക്ട്രോണിക് വേസ്റ്റുകളെ കുറിച്ചാണ്. അപ്പം അത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് എടുക്കുന്നത്. ഒരു ഭാഗം പോലും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ടെക്സ്റ്റിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നില്ല, എല്ലാം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് തന്നെ ഓർഡറിൽ തന്നെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേസ്റ്റുകളെ കുറിച്ചാണ്, ഇലക്ട്രോണിക് വേസ്റ്റുകൾ. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, എന്താണ് വേസ്റ്റ്? സ്ക്രീനിലേക്ക് നോക്കൂ. എന്താണ് വേസ്റ്റ് എന്ന് പറയുന്നത്? ഇലക്ട്രോണിക് വേസ്റ്റ്. അതിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഉപയോഗശൂന്യമായ നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾ വേസ്റ്റ് ആയി മാറുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഉപയോഗശൂന്യമായ മൊബൈൽ ഫോൺ ആകാം, കമ്പ്യൂട്ടറുകളാവാം, പ്രിന്ററുകളാകാം, മറ്റ് എന്ത് ഇലക്ട്രോണിക് ഡിവൈസ്, TV ആയിക്കോട്ടെ, മറ്റ് എന്ത് ഇലക്ട്രോണിക് ഡിവൈസ് ആയിക്കോട്ടെ, അത് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അതൊരു വേസ്റ്റ് ആയിട്ട് ഭൂമിയിൽ നിൽക്കും. അതിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയോ, നശിപ്പിക്കുകയോ, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് ആയിട്ട് തന്നെ ഭൂമിയിൽ നിലനിൽക്കും എന്നുള്ളതാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് വേസ്റ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വേസ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്കാർഡഡ് കമ്പ്യൂട്ടർ, ഓഫീസ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, എന്റർടൈൻമെന്റ് ഡിവൈസ്, മൊബൈൽ ഫോൺ, ടെലിവിഷൻ സെറ്റ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടറുകളായിക്കോട്ടെ, മറ്റ് ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, അതിപ്പം ക്യാമറ ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന് എല്ലാം നമുക്ക് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അതൊരു വേസ്റ്റ് എന്നാണ് പറയുന്നത്, അല്ലെ? അതായത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാതെ, നമുക്ക് അതിനെ പിന്നീട് ഒരു പുനരുപയോഗം പറ്റാതെ ഉള്ള എന്ത് ഡിവൈസിനെയും നമ്മൾ എന്താണ് പറയുന്നത്? വേസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അതാണ് വേസ്റ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇത്ര കൺസേൺ? നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന കാര്യം? എന്താണ്? വേസ്റ്റ് ഉണ്ടായിക്കോട്ടെ, വേസ്റ്റ് ബാക്കിയുള്ള എന്തും വേണ്ടി വേസ്റ്റുകൾ ഭൂമിയിലുണ്ട്. അതേപോലെ ഒരു വേസ്റ്റ് പോലെ വേസ്റ്റും കിടന്നാൽ പോരെ. എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇത്ര കൺസേൺ ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോണിക് വേസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് വേസ്റ്റ്. അത് വേസ്റ്റ് മാത്രമല്ല, അതൊരു വേസ്റ്റ് ആയിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ് കണ്ടെയ്ൻസ് സം ടോക്സിക് സബ്സ്റ്റൻസ് സച്ച് ആസ് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം, റിട്ടാർഡൻസ് എക്സെട്ര. അതായത് പറഞ്ഞിരിക്കുന്നതാണ്, സാധാരണ വേസ്റ്റ് പോലെയല്ല. ഇതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കണ്ടന്റുകൾ വേസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ കൊടുക്കണം. വേസ്റ്റിന്റെ ഡിസ്പോസലിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ മാറ്റുമ്പോൾ, അതിനെ വേസ്റ്റ് ആക്കി മാറ്റുമ്പോൾ അതിനെ ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോണിക് വേസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് വേസ്റ്റ്. വേസ്റ്റ് മാത്രമല്ല, അല്ലെ? ഇറ്റ് കണ്ടെയ്ൻസ് സം ടോക്സിക് സബ്സ്റ്റൻസ്. അതിനകത്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ലെഡും ഒക്കെ ഉണ്ട്. ഇത് മനുഷ്യന്റെ ജീവന് മാത്രമല്ല, മറ്റു പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കെല്ലാം തന്നെ എന്താണ്? മാരകമായ രോഗങ്ങൾ വരുത്താനും അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകളാണ് ഈ ലെഡും കാഡ്മിയവും ഒക്കെ. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, ലെഡ് എന്ന് പറയുന്ന സംഭവം നോക്കിയേ. കെമിക്കലി ലെഡ് എവിടെയാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നത്? നമ്മൾ സോൾഡർ അല്ലെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളിൽ നമ്മൾ ലെഡ് ഉപയോഗിച്ചിരിക്കണം. അറിയാലോ, പ്രിന്റഡ് സർക്യൂട്ട് ചില ആൾക്കാർ സോൾഡറിങ് കണ്ടിട്ടില്ലേ? ലെഡ് ഉപയോഗിച്ച് സോൾഡറിങ്. അപ്പൊ അതിനകത്ത് കൂടുതലായിട്ട് ലെഡ് കാണുന്നുണ്ട്. ലെഡ് എന്തിന് കാരണമാവുന്നത്? എന്താണ് കോൺസിക്വൻസസ് നോക്കിയേ. മൂന്നാമത്തെ കോളത്തിനകത്ത് കോൺസിക്വൻസസ് ലെഡിന് നേരെ നോക്കിയേ. എന്താണ് പറഞ്ഞെങ്കിൽ ലെഡ് ക്യാൻ കോസ് ഡാമേജ് ടു ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം. കണ്ടോ, നമ്മുടെ നെർവ് സിസ്റ്റത്തിനെയും ബ്ലഡ് സിസ്റ്റത്തെയും കിഡ്നിയെ ഒക്കെ എന്താണ് മോശമായ രീതിയിൽ അല്ലെ ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ലെഡ്. അത് എവിടെയുണ്ട്? കമ്പ്യൂട്ടറിന്റെ അല്ലെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളുടെ സർക്യൂട്ട് ബോർഡിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്, അല്ലെ? അടുത്ത മെർക്കുറി ഉണ്ട്, ഫൗണ്ടിംഗ് പ്രിന്റ്. അതും സർക്യൂട്ട് ബോർഡിൽ, അതായത് LCD സ്ക്രീനുകളിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? മെർക്കുറി പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? മെർക്കുറി വലിയ തോതിലുണ്ട്. അതും എന്താണ് മനുഷ്യന്റെ അഫക്റ്റ് ബേബീസ് ഗ്രോയിങ് ബ്രെയിൻ, അല്ലെ? അതായത് ഒരു
കുഞ്ഞിന്റെ അതായത് വളർച്ച അല്ലെങ്കിൽ എന്താണ് ബ്രെയിനിന്റെ വളർച്ചയെ ഇത് ബാധിക്കുന്നു. അതേപോലെ അഡൽട്ടിങ് ആൻഡ് എന്താണ് ഓർഗൻ ഡാമേജുകൾ, അതേപോലെ തന്നെ മറ്റു ഓർഗൻ ഡാമേജുകൾ മുതിർന്നവർക്ക് ഉണ്ടാവാനുണ്ട്. അതിൽ മെന്റൽ ഇമ്പയർമെന്റ് ആൻഡ് വെറൈറ്റി ഓഫ് അതർ സിംറ്റംസ്, മറ്റൊരുപാട് രോഗങ്ങൾ, മറ്റൊരുപാട് മാനസിക രോഗവും മറ്റൊരുപാട് രോഗങ്ങളിലേക്ക് ഈ മെർക്കുറി എന്ന് പറയുന്ന കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യനെ മോശമായി ബാധിക്കുന്നുണ്ട്. അടുത്ത എന്താണ് കാഡ്മിയം. കാഡ്മിയം എവിടെയാണ്? അതും ചിപ്പ് റെസിസ്റ്റേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലും ഒക്കെ കൂടുതലായിട്ട് കാഡ്മിയം അടങ്ങിയിട്ടുണ്ട്. അതും എന്ത് തന്നെയാണ്, മനുഷ്യന്റെ കിഡ്നിയെയും മനുഷ്യന്റെ മറ്റ് ആരോഗ്യ വ്യവസ്ഥകൾ, മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആൻഡ് സം പ്ലാസ്റ്റിക്. ചില പ്ലാസ്റ്റിക്കുകളിലൊക്കെ ഉള്ളതാണ് നമുക്ക് നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള, കത്തിയാൽ പോലും നശിക്കാത്ത രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്തുണ്ട്. ഇതെന്താണ് ക്യാൻസറിന് ബാധകമാകുന്ന അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വളരെ വലിയ ഒരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻസ് ടു ദി ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് യഥാർത്ഥത്തിൽ എന്താണ് സമയം? നമ്മൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റുകൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കി, ഒരുപാട് മൊബൈലുകളൊക്കെ ചീത്തയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക് സ്റ്റോക്കുകൾ ചീത്തയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടിവികൾ ചീത്തയായിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഉപേക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുറ്റത്തൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഒന്നോ രണ്ടെണ്ണേ കാണത്തുള്ളൂ. അത് ആരെങ്കിലും പറക്കിക്കൊണ്ട് പോയാലായി, അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് എല്ലാ വീടുകളിലും ഉപേക്ഷിക്കപ്പെടുന്ന, ഓഫീസുകളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ഈ വേസ്റ്റുകൾ എന്ന് വെച്ചാൽ ടൺ കണക്കിന് ഈ വേസ്റ്റുകളാണ്. ഇതിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. കുറച്ച് മാത്രം, ആ ഇൻക്രെഡിബിൾ സ്മോൾ പെർസെന്റേജ് ഓഫ് ഇ വേസ്റ്റ് ഈസ് റീസൈക്കിൾ. അതിനകത്ത് വളരെ കുറച്ച് ശതമാനം മാത്രമേ റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ അല്ലെ. അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി, അല്ലെങ്കിൽ റീസൈക്കിൾ പുനരുപയോഗം ചെയ്യത്തക്ക രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ആ ഇ വേസ്റ്റിൽ നിന്ന് ചെയ്യുന്നുള്ളൂ എന്നാണ് അല്ലെ. ദ മെജോറിറ്റി ഓഫ് ഇ വേസ്റ്റ് ഈസ് മോസ്റ്റ് ഓഫൺ ഡംപ്ഡ് ഓർ ബേൺഡ് അല്ലെ. ബാക്കി മെജോറിറ്റിയും എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിടുകയാണ്, ഡംപ് ചെയ്യുകയാണ്, അല്ലെ എവിടെയെങ്കിലും കൊണ്ട് തള്ളുകയാണ്, അല്ലെങ്കിൽ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യുകയാണ് കൂടുതലും ഇ വേസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇ വേസ്റ്റ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇ വേസ്റ്റ് കൃത്യമായിട്ട് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ്. ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ എങ്ങനെ നശിപ്പിക്കാം, ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ എങ്ങനെ സംസ്കരിക്കാം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് കുറെ മാനദണ്ഡങ്ങളും കുറെ സ്റ്റെപ്പുകളും പറയുന്നുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെ. ഒന്ന് നമുക്ക് പറ്റുമെങ്കിൽ ഇതിനെ റീയൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇനി ഒരു പുനരുപയോഗം സാധ്യമാണെങ്കിൽ അല്ലെ, ഇതിന് സെക്കൻഡ് ഹാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കത്തക്ക രീതിയിൽ മറ്റാർക്കെങ്കിലും ഇത് ആവശ്യക്കാരായിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിക്കുകയും അവരത് ഉപയോഗിച്ചോട്ടെ. നമുക്ക് ചിലപ്പം ഒരു ഡിവൈസിന്റെ ഉപയോഗം അത് ചീത്തയായി കാണത്തില്ല, പക്ഷെ പുതിയൊരു സാധനം വന്നപ്പോൾ നമ്മൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ മാറ്റി വെക്കാറുണ്ട്. അപ്പൊ അത് വേറൊരാൾക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അങ്ങനെ അത് പുനരുപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ. അതാണ് റീയൂസ് അല്ലെ. ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പ്യൂഷൻ പ്രോസസ്. അതായത് വളരെ കത്തിക്കുകയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് കൃത്യമായിട്ട് അത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പ്രത്യേക ഫർണസിനകത്തോ അല്ലെങ്കിൽ പ്രത്യേക ഒരു കത്തിക്കുന്നതിന് പോലും മാനദണ്ഡമുണ്ട്. ചുമ്മാ അത് പറമ്പിലിട്ട് കത്തിക്കുകയല്ല ചെയ്യുന്നത്, കൃത്യമായിട്ട് ആ മാനദണ്ഡങ്ങൾ കത്തിച്ച് വേണം തന്നെ ഇൻസിനറേഷൻ ചെയ്യാൻ എന്നാണ് പറയുന്നത്. Recycling of e-waste. Recycling is the process of making or manufacturing new products from a product that has originally served its purpose. അതായത് നമ്മുടെ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന്റെ കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും മറ്റൊരു ഉൽപ്പന്നം അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് അതിനെ വേറൊരു ഉൽപ്പന്നമാക്കി മാറ്റുകയാണെങ്കിൽ അതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റിക് മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ, വേറൊരു ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു കമ്പോണന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് മാക്സിമം അങ്ങനെ ചെയ്യുക എന്നാണ് പറയുന്നത്. അടുത്ത ലാൻഡ് ഫില്ലിങ്ങിനെ കുറിച്ച് പറയാനുണ്ട്. ചിലടത്ത് നമ്മൾ ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായ വശം അല്ലെങ്കിൽ കൂടിയും ചില ഭാഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ ഫൗണ്ടേഷൻ പണിയാറില്ലേ, ഫൗണ്ടേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മണ്ണിൽ നിറച്ച് തന്നെ ഫില്ല് ചെയ്യാറുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേസ്റ്റുകൾ നിറച്ച് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അങ്ങനെയുള്ള ലാൻഡ് ഫില്ലിങ് പറ്റും. അല്ലാതെ തടാകങ്ങളോ അല്ലെങ്കിൽ കുളങ്ങളോ ഒന്നും ഇങ്ങനെ ചെയ്യാൻ ഇതൊരു ശാസ്ത്രീയമായ വശം അല്ലെങ്കിൽ കൂടിയും പറയുക. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്, ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ബട്ട് നോട്ട് റെക്കമെൻഡഡ് മെത്തേഡ് ഫോർ ഡിസ്പോസൽ. പക്ഷേ ഇതൊരു റെക്കമെൻഡഡ് മെത്തേഡ് അല്ല. ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ശാസ്ത്രീയമായ വശമല്ല ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ. നികത്തുക എന്നുള്ളതാണ് മലയാളത്തിൽ പറയുമ്പോൾ അല്ലെ, കുഴികൾ നികത്തുക, അതാണ് ഫില്ലിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ രീതിയിലൊക്കെയാണ് എന്ത് പറയുന്നത് ഈ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നത്. ഈ വേസ്റ്റിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ഈ മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയിൽ ചോദിക്കും, വാട്ട് ആർ ദ ഡിഫറന്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ഓഫ് ഈ വേസ്റ്റ്. ഈ വേസ്റ്റിന്റെ ഡിഫറന്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്താണെന്ന് പരീക്ഷയിൽ ചോദിക്കും. അപ്പം ഇതാണ് ഈ പോയിന്റ്, നോട്ട് ചെയ്ത് വെക്കുക.
സ്റ്റുഡൻസ് റോൾ ഇൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ. സ്റ്റുഡൻസിന് എന്ത് റോളാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽസിന്? നിങ്ങൾക്ക് എന്ത് റോൾ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇ വേസ്റ്റ് ഡിസ്പോസലിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം. NSS വോളണ്ടിയേഴ്സ് ആണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. നിങ്ങളൊരു NSS വോളണ്ടിയർ ആണെങ്കിൽ ഇ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് നിങ്ങളൊരു സെമിനാറോ അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുന്ന ഒരു സംവാദമോ ഒക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പോയിന്റുകളായിരിക്കും അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യം ഫൈനൽ എക്സാമിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒന്നും മാക്സിമം മേടിക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിക്കും. അത് ആവശ്യമില്ലാത്ത ഒരു കൗതുകം തോന്നി കണ്ടു മേടിക്കാതെ നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന എക്യുപ്മെന്റ്സ് മാത്രം മേടിക്കുക. When electronic equipment get faulty, try to repair it instead of buying a new. ഒരെണ്ണം ചീത്തയായി ഉടനെ പോയത് മാറി പുതിയത് മേടിക്കുന്നതിനേക്കാൾ അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക, അല്ലെ? ട്രൈ ടു റീസൈക്കിൾ ഇലക്ട്രോണിക്. അതായത് എന്താണ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്യുക. പുനരുപയോഗം പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അതിനെ പുനരുപയോഗിച്ച് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നാണ്. ഇഫ് യു റിയലി നീഡ് ടു ബൈ ന്യൂ ഇലക്ട്രോണിക്സ്, നിങ്ങൾക്ക് ഒരു പുതിയ ഇലക്ട്രോണിക്സ് മേടിക്കണം ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചൂസ് ഐറ്റം വിത്ത് ലെസ് ഹസാർഡ് സബ്സ്റ്റൻസ്, അല്ലെ? കുറഞ്ഞ ദോഷം ഉണ്ടാക്കുന്ന, സമൂഹത്തിന് കുറഞ്ഞ ദോഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കമ്പോണൻസും ബാക്കിയുള്ള കാര്യങ്ങളുള്ള രീതിയിൽ ഉള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് മേടിക്കാൻ ശ്രമിക്കുക, അല്ലെ? ഹയർ എനർജി എഫിഷ്യൻസി, അല്ലെ? അതായത് കുറഞ്ഞ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്, അതായത് ലൈഫ് സ്പാൻ, ഒരുപാട് കാലം നിൽക്കുന്ന വാറന്റി ഒക്കെ ഉള്ള, നമ്മൾ ചെറിയ ചെറിയ ചൈനീസ് എന്നൊക്കെ പറയുന്ന ചെറിയ വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കും, 3 മാസം ഉപയോഗിക്കുമ്പോൾ ചീത്തയാവും, ഇതെല്ലാം വേസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാതെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താൽ തന്നെ അതിനെന്താ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വാറന്റി ഒക്കെ ഉള്ള റിപ്പയർ ചെയ്ത് തരുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക്സ് മേടിക്കാനാണ് പറയുന്നത്. ഇഫ് ദ ഡിവൈസ് ഈസ് ബാറ്ററി ഓപ്പറേറ്റഡ്, ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ എന്താണ്, ബൈ റീചാർജബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്പോസൽ ബാറ്ററി. ഒരു വട്ടം ഉപയോഗിച്ചെടുത്ത് കളയുന്ന ബാറ്ററി വെച്ച് ഉപയോഗിക്കുന്ന ഡിവൈസിനേക്കാൾ റീചാർജ് ചെയ്യുന്ന, എപ്പോഴും എന്താണ്, നമ്മൾ ഈ അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാറ്ററികൾ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ മേടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൈ പ്രോഡക്ട്സ് വിത്ത് ഗുഡ് വാറന്റി ആൻഡ് ടേക്ക് ബാക്ക് പോളിസി, അല്ലെ? എന്താ വാറന്റി ഉള്ള, അതായത് നമുക്ക് വാറന്റി ഉണ്ടെങ്കിൽ എന്താ ഗുണം? ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ നമുക്ക് സമീപിക്കാം, അവർ ശരിയാക്കി തരും, അല്ലെ? അതുകൊണ്ടാണ് വാറന്റി ഉള്ള പ്രോഡക്റ്റ്, അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്ന രീതിയിലുള്ള ടേക്ക് ബാക്ക് പോളിസി എന്നൊക്കെ പറയും. ചീത്തയായി തിരിച്ചെടുക്കുന്ന അങ്ങനെയുള്ള ചില പ്രോഡക്റ്റുകൾ ചില കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കും. അപ്പൊ ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാര്യം പരീക്ഷയ്ക്ക് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പൊ മുൻവർഷ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇങ്ങനത്തെ ചോദ്യം ഈ രീതിയിലല്ല ചോദിച്ചത് വേറെ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദിച്ചെങ്കിലാണ് ഒരു NSS വോളണ്ടിയർ ആണ് എങ്കിൽ, അല്ലെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഇതിന്റെ ഡിസ്പോസലിന് നിങ്ങൾ എന്തൊക്കെ റോളായിരിക്കും ഒരു സ്റ്റുഡന്റ്, നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ എഴുതുന്നതായിട്ട് വരുന്നത്. അടുത്തൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ IT. ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, അല്ലെ? പച്ച കമ്പ്യൂട്ടർ എന്നൊന്നുമല്ല. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഹരിത കമ്പ്യൂട്ടിംഗ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, പ്രകൃതിയോട് ഇണങ്ങി കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാക്സിമം പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ, പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഹെഡിങ്ങിൽ നിന്ന് പറഞ്ഞത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടർ ഓർ IT. അതായത് സമൂഹത്തിനും പരിസ്ഥിതിക്കും ഇണങ്ങുന്ന രീതിയിൽ എന്താണ് കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളും ഉപയോഗിക്കുവാനുള്ള പഠനം, അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാനുള്ള പ്രാക്ടീസ്, അതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇസ് ദ ഡിസൈൻ, മാനുഫാക്ചറിംഗ്, യൂസിംഗ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കമ്പോണന്റ്സ് സച്ച് ആസ് മോണിറ്റർ, പ്രിന്റേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ് എക്സെട്ര efficiently and effectively with a minimal or no impact on the environment. അതായത് എന്താണ്, മോണിറ്റർ ആയിക്കോട്ടെ, പ്രിന്റർ ആയിക്കോട്ടെ, സ്റ്റോറേജ് ഡിവൈസ് ആയിക്കോട്ടെ, ആ സംഭവങ്ങളെല്ലാം എന്താണ്, മാനുഫാക്ചർ ചെയ്യുമ്പോൾ പോലും, മാനുഫാക്ചറിങ്ങിൽ പോലും എന്താണ്, പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള മാനുഫാക്ചറിങ്ങും ഡിസൈനിങ്ങും, അത് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, അത് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ പോലും എന്താണ്, മാക്സിമം കെയർ ചെയ്ത്, മാക്സിമം എന്താണ്, വേസ്റ്റ് അവോയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ പ്രകൃതി ചൂഷണം മാക്സിമം കുറച്ചുകൊണ്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ്, അതിനെയാണ് എന്ന് പറയുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു വർക്ക് ഹാബിറ്റ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് വർക്ക് ഹാബിറ്റുകളെ കുറിച്ച് പറയാം. ഒന്നെന്താണ്, ടേക്ക് പ്രിന്റ് ഔട്ട്സ് ഓൺലി ഇഫ് നെസസറി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രിന്റ് ഔട്ട് എടുക്കാവുള്ളൂ. വെറുതെ പ്രിന്റ് ഔട്ട് എടുക്കുക, വെറുതെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, വെറുതെ പ്രിന്റ് എടുത്ത് കൂട്ടുക. പ്രിന്റ് എടുത്ത് കൂട്ടുമ്പോൾ പേപ്പറാണ് നഷ്ടമാകുന്നത്. പേപ്പർ നഷ്ടമാകും. നമ്മുടെ കയ്യിൽ 1 രൂപ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 രൂപ ഉണ്ടായിരിക്കും. നമുക്ക് എന്താ പ്രിന്റ് എടുക്കുന്നതെന്ന് ചിന്തിക്കരുത്. അതെന്താണ്, അത് പ്രകൃതിക്ക് ദോഷമുണ്ട്. എങ്ങനെയാണ് പേപ്പർ നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് പൾപ്പ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്താണ് മരങ്ങൾ, അല്ലെ, ആ മരങ്ങൾ
മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നുണ്ട് പേപ്പർ നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം എന്താണ് പ്രിന്റ് ഔട്ട് വളരെ കുറച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്താണ്, ടേൺ ഓഫ് കമ്പ്യൂട്ടർ നോട്ട് ഇൻ യൂസ്. നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് പോവുക. ചുമ്മാ കുറച്ച് നേരം ഉപയോഗിച്ച് എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ മറ്റെന്തും ഓഫ് ചെയ്യുക, ഉപയോഗിക്കുന്നതിന് ഓഫ് ചെയ്യുക. Power on the peripheral such as laser printer only when needed. നമ്മളൊരു കമ്പ്യൂട്ടറോടെ പ്രിന്റർ ഉണ്ട് അല്ലെങ്കിൽ മറ്റു ഡിവൈസുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് ഓൺ ചെയ്യണം. നമുക്ക് ആവശ്യമാണ് പ്രിന്റ് എടുക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്താൽ മതി, പ്രിന്റർ ഓൺ ചെയ്താൽ മതി. സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രം സ്കാനർ ഓൺ ചെയ്താൽ മതി. ആവശ്യം വരുമ്പോൾ യൂസ് പവർ സേവ് മോഡ്. നമുക്ക് മൊബൈലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ പവർ സേവ് മോഡ് ഓൺ ആവുന്ന കാര്യം അല്ലെ. പവർ സേവ് മോഡ് എന്ന് വെച്ചാൽ മാക്സിമം എനർജി കുറച്ച് യൂസ് ചെയ്യുക, മാക്സിമം പവർ കുറച്ച് യൂസ് ചെയ്യുന്ന മോഡാണ്. ആ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. യൂസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് റാദർ ദാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് വെനർ പോസിബിൾ. നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ്, പവർ വളരെ കുറച്ച് മതി എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ട ഹാബിറ്റുകളാണ്, ശീലങ്ങളാണ്, നല്ല ശീലങ്ങളാണ് അല്ലെ. നല്ല ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന് ആവശ്യമായ നല്ല ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ട നല്ല ശീലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തീർന്നില്ല, യൂസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സ് റാദർ ദാൻ കാഥോഡ്. അറിയാം, കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെ ബാക്കിലേക്ക് തള്ളിയിരിക്കുന്ന ബൾക്കി ആയിട്ട് നമ്മുടെ ടി വി ഒക്കെ ഇല്ലേ, പഴയ ടി വി പോലെ ഇരിക്കുന്ന അത് ഉപയോഗിക്കാതെ LCD മോണിറ്റർ അല്ലെങ്കിൽ LED മോണിറ്റർ ഉപയോഗിച്ച്, LED പറഞ്ഞിട്ടില്ല, LCD അല്ലെങ്കിൽ LED മോണിറ്ററുകൾ ഉപയോഗിക്കുക. അതിനകത്തും കുറച്ച് കറണ്ട് മതി, അതാണ് മറ്റൊരു പ്രത്യേകത. യൂസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ വിത്ത് എനർജി സ്റ്റാർ ലേബൽ. നമുക്കറിയാം ഇപ്പം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജ്, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള TV, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള AC. എന്താണ് ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത്? എനർജി ഏറ്റവും കുറച്ച് കറണ്ട് ഉപയോഗിക്കുന്നതിന് സ്റ്റാർ കൂടുതലായിരിക്കും. അപ്പോൾ പക്ഷെ പൈസ ഇച്ചിരി കൂടുതലായിരിക്കും, പക്ഷെ അതെന്താണ് കറണ്ട് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസുകൾ സ്റ്റാർ റേറ്റിംഗ് കൂടിയ ഡിവൈസുകൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിസ്പോസ് വേസ്റ്റ്. നമുക്ക് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇലക്ട്രോണിക് വേസ്റ്റിൽ വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും അല്ലെങ്കിൽ ലോക്കൽ റെഗുലേഷൻസ് അടിസ്ഥാനത്തിൽ അവർ ഏത് രീതിയിലാണോ ഇത് ഡിസ്പോസ് ചെയ്യാൻ പറയുന്നത് ആ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് കളക്ട് ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എംപ്ലോയി ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സ് ലൈക്ക് സോളാർ എനർജി. നമ്മൾ എപ്പോഴും കറണ്ട് ഉപയോഗിച്ച് വീട്ടിലെ സാധാരണ രീതിയിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ നമുക്ക് എന്താണ് സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഈ പവറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ സഹായിക്കുന്നത്. ഹൗ ടു മേക്ക് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ. എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഗ്രീൻ ആക്കി മാറ്റുന്നത്? പച്ച പെയിന്റ് അടിച്ചാൽ മതിയോ? അതാണോ ഗ്രീൻ? ആ ഗ്രീൻ അല്ല, ഈ ഗ്രീൻ കേട്ടോ. ഇതെന്താണ്, പ്രകൃതി സൗഹാർദ്ദമായ എന്നുള്ളതാണ് കേട്ടോ, അല്ലെ എന്താ ഹരിതാഭമായ എന്നൊക്കെ. ആ ഗ്രീനാണ് ഈ ഗ്രീൻ. അപ്പൊ എന്താണ് ഗ്രീൻ ഡിസൈൻ? എന്താണ് ഗ്രീൻ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ എനർജി എഫിഷ്യൻസി ആൻഡ് എക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടർ സെർവേഴ്സ് പ്രിന്റേഴ്സ് പ്രൊജക്ടേഴ്സ് ആൻഡ് അതർ ഡിജിറ്റൽ ഡിവൈസസ്. അപ്പം മാക്സിമം നിർമ്മാണത്തിൽ തന്നെ മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള ഡിസൈനുകൾ മാക്സിമം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കറണ്ട് പവർ വളരെ കുറച്ചുള്ള ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എന്താ അതേപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ദോഷം വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ്. അടുത്ത ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമൈസിംഗ് വേസ്റ്റ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പോണൻസ് ടു റെഡ്യൂസ് ദ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ദിസ് ആക്ടിവിറ്റീസ്. എന്താണ് മിനിമൈസിംഗ് വേസ്റ്റ് ഡ്യൂറിംഗ് മാനുഫാക്ചറിംഗ് സമയത്ത് പോലും ഈ കമ്പനികളിൽ നിർമ്മിക്കുമ്പോൾ പോലും ഇതിന്റെ വേസ്റ്റ് മാക്സിമം കുറച്ച് നിർമ്മിക്കാൻ, വേസ്റ്റ് മാക്സിമം കുറയുന്ന രീതിയിൽ നിർമ്മിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത എന്താണ് ഗ്രീൻ യൂസ്. എന്താണ് ഗ്രീൻ യൂസ്? minimizing the electricity consumption of computers and peripheral devices and using them in an eco-friendly manner. എന്താണ് minimizing the electricity consumption? ഇലക്ട്രിസിറ്റി കറണ്ട് മാക്സിമം കുറച്ച് ഉപയോഗിക്കുക. പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്, പക്ഷേ ഇതൊക്കെ ഈ രീതിയിൽ ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും പറയുന്നത് അല്ലേ. ആൻഡ് പെരിഫറൽ ഡിവൈസസ് ആൻഡ് യൂസ് ദം ഇൻ ആൻ എക്കോ-ഫ്രണ്ട്ലി മാനർ. വളരെ എക്കോ-ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എന്താണ് കമ്പ്യൂട്ടറും അതിന്റെ പെരിഫറൽ ഡിവൈസ്, പെരിഫറൽ എന്ന് വെച്ചാൽ അതിനോടൊപ്പം ചേർത്ത് കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്ററിനെയൊക്കെയാണ് പെരിഫറൽ ഡിവൈസ് അല്ലെ, അതെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഗ്രീൻ ഡിസ്പോസൽ ഞാൻ പറഞ്ഞു അല്ലെ, റീകൺസ്ട്രക്റ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്പോസൽ മെത്തേഡുകൾ ഉണ്ടല്ലോ, ആ രീതിയിൽ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് അവസ്ഥ ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറയുന്നത് അല്ലെ. റീസൈക്ലിംഗ് അൺവാണ്ടഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, അതായത് ആവശ്യമില്ലാത്ത എക്യുപ്മെന്റ്സിനെയൊക്കെ റീസൈക്കിൾ ചെയ്യുക, മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക, മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിനെ രൂപാന്തരപ്പെടുത്തി വേറെ ഏതെങ്കിലും ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് റീസൈക്ലിംഗ് കൊണ്ട്. അതാണ് ഗ്രീൻ ഡിസ്പോസൽ. അല്ലെങ്കിൽ ചുമ്മാ കൊണ്ടുവന്ന് ഏതെങ്കിലും പറമ്പിലിട്ട് കത്തിച്ച് കളയാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ ഉപേക്ഷിക്കാതെ ഇത് ഈ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഹൗ ടു മേക്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു
പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അപ്പം ഇതൊരു ചെറിയ ടോപ്പിക് ആയിരുന്നു, അതായത് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിന് മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാറ്. എൻ്റെ ക്ലാസ്സുകളിൽ ഒരു ടോപ്പിക്ക് ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. എല്ലാ ടോപ്പിക്കുകളും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ടോപ്പിക്കുകളും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തുടർച്ചയായ ക്ലാസ്സുകൾ കണ്ടു വരിക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതിന്റെ അടുത്ത ഭാഗം നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ച് പറഞ്ഞു നിർത്തി. ഇപ്പം ഇ വേസ്റ്റിനെ കുറിച്ച് പറയും, അടുത്ത സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയും. ഓക്കെ ആണല്ലോ. സോഫ്റ്റ്വെയർ 2 ക്ലാസ് വേണ്ടി വരുമായിരിക്കും. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ 2 ഭാഗം കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കയറാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. സാറേ അടുത്ത ക്ലാസ് വേഗം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അസൗകര്യം ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളുടെ കമന്റ് കണ്ടിട്ട് ചെയ്യാൻ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതല്ല, സമയത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊരു അപ്പിയറൻസിൽ ഈ രീതിയിലൊരു വീഡിയോ മേക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒന്ന്, ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യണം. 2, ഞാനത് വീഡിയോ എടുക്കണം, ഞാനത് എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കാലതാമസം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കുറേ കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആയതുകൊണ്ട് അപ്പം ഇങ്ങനെ സമയം കിട്ടാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ചെയ്യാം, ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി മിനിമം ആഴ്ചയിൽ 2 or 3 വീഡിയോ, മിനിമം 3 വീഡിയോ എങ്കിലും ഇടത്തക്ക രീതിയിൽ, ഞാൻ ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടത്തക്ക രീതിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ +1 കൊമേഴ്സുകാരാണെങ്കിൽ താഴത്തെ ഒരു ടെലഗ്രാം ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നോട്ടുകളൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.